ചില യാത്രകൾ നടക്കുന്നതല്ല, അവ സംഭവിക്കുന്നതാണ്. ചില മനുഷ്യർ ഒരു മാധ്യമത്തിൽ ഒതുങ്ങുന്നില്ല, അവർ സ്വയം ഒരു ഭാഷയായി മാറുന്നു. വിസ്മയ മോഹൻലാൽ അങ്ങനെയൊരു തുടക്കത്തിൻ്റെ പേരാണ്. ആദ്യം ഒരു പുസ്തകം, ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ്. അത് കവിതകൾ നിറച്ച ഒരു പുസ്തകം മാത്രമായിരുന്നില്ല, പുതിയ തലമുറയുടെ മനസ്സിൻ്റെ ഭൂപടമായിരുന്നു. തലക്കെട്ടുകളില്ലാതെ ഒഴുകുന്ന കുറെ കവിതകൾ, ലളിതമായ ഭാഷ, സ്വന്തമായൊരു വോയിസ്, തിരിച്ചറിയാവുന്ന ഒരു ശൈലി. യാത്രയെയും ലക്ഷ്യത്തെയും വേർതിരിക്കാത്ത ജീവിതത്തെക്കുറിച്ചാണ് വിസ്മയ എഴുതിയത്. പലപ്പോഴായി എഴുതിയ ചെറു കവിതകളുടെ സമാഹാരമായതിനാൽ ചില പരിമിതികളൊക്കെയുണ്ട്. ചിലയിടങ്ങളിൽ ഏകാഗ്രത വഴുതിപ്പോകുന്നുമുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. ജീവിതത്തിൻ്റെ വൈകാരിക ബോധതലങ്ങൾ പുസ്തകത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സുരക്ഷിതമായ വഴികളിലൂടെ നടക്കാൻ വിസ്മയ മോഹൻലാലിന് എളുപ്പമായിരുന്നു. പക്ഷേ വിസ്മയ തെരഞ്ഞെടുത്തത് സ്വന്തം കാൽപ്പാടുകൾ പതിപ്പിക്കുന്ന ഒരു വഴിയാണ്. വിസ്മയയുടെ കവിതയിലെ ചില വരികൾ, വേർ ക്യാൻ വൺ ഗോ, വേർ ക്യാൻ വൺ ഹൈഡ് എന്ന ഒരു ചോദ്യത്തിൽ നിന്ന് സ്പീക്ക് എന്ന ആഹ്വാനത്തിലേക്കാണ് കവിത നീങ്ങുന്നത്. കവിതകൾ വെറും ആത്മാന്വേഷണമല്ല, അവയിലൊരു സൂക്ഷ്മ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ രാഷ്ട്രീയമല്ലത്, സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രീയം. മുഖം മൂടികളില്ലാത്ത ജീവിതത്തിൻ്റെ രാഷ്ട്രീയം. ഉത്തരങ്ങൾ പ്രഖ്യാപിക്കാതെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ ഒരു പുതിയ തലമുറയെ അതിൽ കാണാം. അവരുടെ ആകാശത്തിന് അതിരുകളില്ല, അവരുടെ കണ്ണുകളിൽ പകയില്ല. അവർ മുഖം മൂടികളെ വെറുക്കുന്നു, കരുണയിൽ അവർ വിശ്വസിക്കുന്നു. അവർക്ക് എഴുതാനും പാടാനും വരയ്ക്കാനും സിനിമ എടുക്കാനും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വിസ്മയ മോഹൻലാൽ നിൽക്കുന്നത് നേരിനൊപ്പമാണ്. വിസ്മയയുടെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മോഹൻലാൽ ജാപ്പനീസ് കവിയായ ബാഷോയുടെ ഒരു ഹൈക്കു എഴുതി ചേർത്തിട്ടുണ്ട്. പഴയ കുളം, ഒരു തവള ചാടുന്നു, വെള്ളത്തിൻ്റെ ശബ്ദം. ആ ശബ്ദം ഒരു തവള വെള്ളത്തിലേക്ക് വീണ ശബ്ദം മാത്രമല്ല, ഒരു പുതിയ ലോകം ജനിക്കുന്ന നിമിഷത്തിൻ്റെ ശബ്ദമാണ്. ഇനി ആ ശബ്ദം പുസ്തകത്തിൻ്റെ പേജുകളിൽ ഒതുങ്ങുന്നില്ല, അത് വെള്ളി വെളിച്ചത്തിലേക്ക്, തിരശ്ശീലയിലേക്ക് വ്യാപിക്കുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കുന്ന തുടക്കം എന്ന സിനിമയിലൂടെ വിസ്മയ മോഹൻലാൽ ഇനി സിൽവർ സ്ക്രീനിലേക്കും കടക്കുകയാണ്. ഇത് ഒരു താരപുത്രിയുടെ അരങ്ങേറ്റമെന്ന ഒരു വാർത്തയിൽ ഒതുങ്ങുന്ന നിമിഷമല്ല, ഒരു കലാകാരി മറ്റൊരു മാധ്യമം കണ്ടെത്തുന്ന നിമിഷമാണ്. കവിതയുടെ നിശബ്ദതയിൽ നിന്ന് സിനിമയുടെ പ്രകാശത്തിലേക്ക്, വാക്കുകളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക്, സ്വപ്നങ്ങളിൽ നിന്ന് സാക്ഷാത്കാരത്തിലേക്ക്. ഇത് ഒരു തുടക്കത്തിൻ്റെ തുടക്കമാണ്. കാരണം ചിലർ സിനിമയിലേക്ക് വെറുതെ വരികയല്ല, അവർ ഒരു പുതിയ കാലത്തിൻ്റെ ഭാഷയുമായാണ് വരുന്നത്. ആ ഭാഷയുടെ പേരാണ് വിസ്മയ മോഹൻലാൽ.